ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നോക്കിയിട്ടുള്ള ഫോട്ടോഷോപ്പ് ടൂളുകളുടെ കണ്ടിന്യൂസ് ടൂൾസ് ആണ് ഇന്നിവിടെ നോക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്മഡ്ജ് ടൂൾ വരെയുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള ഡോഡ്ജ് ടൂൾ എന്താണെന്ന് നോക്കാം. ഈ ഒരു ടൂളിൻ്റെ കൂടെ മറ്റ് രണ്ട് ടൂളുകളുടെ സബ് ടൂളുകളായിട്ട് വരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഡോഡ്ജ് ടൂൾ സെലക്ട് ചെയ്യാം. അതുപോലെ ഞാൻ ഈ ഒരു ടൂളിൻ്റെ പോയിന്റർ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഓപ്ഷൻ ബാറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് കീ ആയിട്ട് കീബോർഡിലെ സ്ക്വയർ ക്ലോസിംഗ് ബ്രാക്കറ്റ് കീ യൂസ് ചെയ്താൽ മതി. ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇമേജിൽ നമുക്കൊരു പോർഷനൊക്കെ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻ ബാറിനകത്ത് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ റേഞ്ചിനകത്ത് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കണം. ഇവിടെ നമുക്ക് എക്സ്പോഷറിനകത്ത് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തും അതുപോലെ റെഡ്യൂസ് ചെയ്ത് കൊടുത്തും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ആ ക്ലിക്ക് ചെയ്ത ഒരു ഏരിയ ബ്രൈറ്റ്നസ് കൂടി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്ക് ഈ കണ്ണിൻ്റെ മാത്രം ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രം ബ്രൈറ്റ്നസ് കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ഏതെങ്കിലും ഒരു പോർഷനൊക്കെ കുറച്ച് ഡാർക്ക് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിനെ ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള ബേൺ ടൂൾ എന്താണെന്ന് നോക്കാം. ഈ ഒരു ബേൺ ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ള ഡോഡ്ജ് ടൂളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അതായത് നമ്മൾ ഡോഡ്ജ് ടൂൾ യൂസ് ചെയ്യുന്നത് ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു കണ്ണിൻ്റെ ഏരിയയിൽ മാത്രമായിട്ട് ഡാർക്ക്നെസ് കുറച്ച് കൂടുതലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള സ്പോഞ്ച് ടൂൾ നോക്കാം. ഇതിൻ്റെ ബ്രഷ് സൈസ് അല്പം ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൂളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് മോഡ് കാണാം. ഈ ഒരു മോഡിനകത്ത് 2 ടൈപ്സ് മോഡുകളാണുള്ളത്. അതായത് ഡീസാച്ചുറേറ്റും അതുപോലെ തന്നെ സാച്ചുറേറ്റും ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ 2 മോഡുകളും എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫ്ലോ ഞാൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഡീസാച്ചുറേറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ കളർ നഷ്ടപ്പെട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ്റെ യൂസ് ഇതാണ്. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള സാച്ചുറേറ്റ് സെലക്ട് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇമേജിന്റെ ബ്രൈറ്റ്നസും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ഒക്കെ ഇൻക്രീസ് ആണെന്ന് നിങ്ങൾക്ക് കാണാം. അതായത് ഇതിന്റെ സാച്ചുറേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള പെൻ ടൂൾ എന്താണെന്ന് നോക്കാം. ഈ ഒരു ടൂൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇമേജിനൊക്കെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഈ ഒരു പെൻ ടൂളിനകത്ത് ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഷേപ്പും അതുപോലെ രണ്ടാമത്തെ പാത്തുമാണ്. ഇതിനകത്ത് നമ്മൾ പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനാണ് നമ്മൾ ഫോട്ടോയെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പാത്ത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ വരിക. നമുക്ക് റഫായിട്ട് ഇമേജിനെ ഒന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് പോയിന്റിനെ ഓരോ സ്ഥലത്തും ക്ലിക്ക് ചെയ്ത് ഇതുപോലെ കർവ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനത് റഫായിട്ട് ഇതിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ മേക്ക് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ഷൻ പ്രസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്താലും മതി. ഞാൻ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫെദർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. നമ്മൾ ഫെദർ എന്താണെന്ന് മുൻപ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഫെദർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോട്ടോ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷാർപ്പ്നെസ് കുറച്ച് കുറഞ്ഞായിരിക്കും ഇരിക്കുക. അപ്പോൾ ഫെദർ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്കൊരു 2 പിക്സൽ കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം ഈ ഒരു ഫോട്ടോ സെലക്ഷൻ ആയിട്ടുണ്ട്. നമ്മൾ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തും വേണമെങ്കിൽ അവിടേക്കും പേസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതുപോലെയാണ് ഫോട്ടോ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഷേപ്പ് എന്താണെന്ന് നോക്കാം. ഇതിന് സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ സെലക്ട് ചെയ്തതിനെ ഞാനൊന്ന് ഡീസെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു കണ്ണിൻ്റെ ഷേപ്പിനകത്ത് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം.
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ കണ്ണിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ ഒരു പുതിയ ഷേപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു ലെയർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് വന്നിട്ടുണ്ട്. നമ്മൾ ഷേപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ലെയർ പുതിയതായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് കളർ പിക്കർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കളർ വരുന്നതാണ്. ഇവിടെ നമുക്ക് കളർ മാറ്റി മാറ്റി കൊടുത്ത് സെലക്ട് ചെയ്യാം. നമ്മൾ ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കളർ വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഗ്രേഡിയൻ്റ് ഓപ്ഷൻ ഉണ്ട്. ഗ്രേഡിയൻ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിന് നമുക്ക് സ്ട്രോക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള സ്ട്രോക്ക് കാണാം. ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് സ്ട്രോക്ക് കളർ കൊടുക്കാം. നമുക്കൊരു വൈറ്റ് കളർ സ്ട്രോക്ക് കൊടുക്കാം. ഈ സ്ട്രോക്കിൻ്റെ തിക്നെസ് നമുക്ക് ഇവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ ഇൻക്രീസ് ചെയ്ത സമയത്ത് നമ്മുടെ ഷേപ്പിനകത്ത് സ്ട്രോക്ക് ഇൻക്രീസ് ആയി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ സ്ട്രോക്കിനകത്ത് മറ്റ് ഓപ്ഷൻസ് കൂടിയുണ്ട്. ഇതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ടൂള് ഫ്രീ ഫോം പെൻ ടൂളാണ്. അതായത് നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. നമുക്കിവിടെ പാത്ത് സെലക്ട് ചെയ്യാം. ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. നമ്മൾ മുൻപ് നോക്കിയിട്ടുള്ള പെൻസിൽ ടൂൾ പോലെ ഒരു ടൂളാണിത്. ഇനി നമ്മൾ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ സെലക്ട് ആവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള ആഡ് ആങ്കർ പോയിന്റ് ടൂൾ സെലക്ട് ചെയ്യാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെലക്ഷനകത്ത് നമുക്ക് ആങ്കർ പോയിന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ആങ്കർ പോയിന്റ്സ് ആഡ് ചെയ്യാം. ഈ ഒരു ആങ്കർ പോയിന്റ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഇനി അടുത്ത ടൂളായിട്ട് ഡിലീറ്റ് ആങ്കർ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇതിന്റെ നെയിം പോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ആങ്കർ പോയിന്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണിത്. നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആങ്കർ പോയിന്റ്സ് ഡിലീറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത ടൂളായിട്ടുള്ള കൺവേർട്ട് പോയിന്റ് ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആങ്കർ പോയിന്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഈ പോയിന്റിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പെൻ ടൂളിൻ്റെ എല്ലാ ടൂളുകളും നമുക്ക് ഫോട്ടോയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളുകളാണ്. ഇനി അടുത്ത ടൂളായിട്ടുള്ള ടെക്സ്റ്റ് ടൂളിലേക്ക് പോവാം. ഈ ഒരു ടൂൾ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ടൂളായിരിക്കും. നമുക്ക് ആദ്യത്തെ ടൂളായിട്ടുള്ള ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യാം. ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വേർഡിങ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഓപ്ഷൻ ബാറിനകത്തുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ഈ ഒരു ടെക്സ്റ്റിനെ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ഇവിടെ നമുക്ക് ഫോണ്ടിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ഫോണ്ടുകളും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് അറിയാവുന്ന ഫോണ്ടുകൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ മൂവ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് ഒന്ന് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണ്ടിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ഫോണ്ടിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല നമുക്കിവിടെ ആവശ്യമുള്ള ഫോണ്ടിൻ്റെ സൈസ് ടൈപ്പ് ചെയ്ത് കൊടുത്തും സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണ്ടിൻ്റെ ഷാർപ്പ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നണ്ണ്, അതുപോലെ ഷാർപ്പ്, ക്രിസ്പ്, സ്ട്രോങ്, സ്മൂത്ത് ഒക്കെ കാണാം. ഈ സ്മൂത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ എഡ്ജ് കുറച്ചും കൂടെ സ്മൂത്തായി വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഷാർപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഫോണ്ടിൻ്റെ എഡ്ജ് കുറച്ചും കൂടെ ഷാർപ്പായി വരും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലൈൻമെൻറ്റ് ഓപ്ഷൻസ് ആണ്. ഈ ഒരു ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫ് ഒക്കെ ചെയ്യുന്ന സമയത്താണ്. പിന്നെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ കളർ പിക്കറിനകത്ത് നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ പാരഗ്രാഫാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാരഗ്രാഫ് ആയിട്ട് വരുന്നതാണ്. നമുക്കിവിടെ കുറച്ച് സാമ്പിൾ വേർഡ്സ് കോപ്പി ചെയ്ത് നോക്കാം. കൺട്രോൾ V പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പാരഗ്രാഫിനകത്ത് വരുന്നതാണ്.
ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാരഗ്രാഫ് റൈറ്റ് അലൈൻമെൻ്റ് ആണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് അലൈൻമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഞാൻ അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെർട്ടിക്കലായിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെർട്ടിക്കലായിട്ടാണ് ഇതിൻ്റെ ലെറ്റേഴ്സ് വരിക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷനുകൾ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.